Hi friends, welcome to Ammu's World. അപ്പോൾ നമ്മൾ ഇനി ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്ലാക്ക് സാരിയുടെ കൂടെ പോകുന്ന മേക്കപ്പ് ലുക്ക് അത്ര സിമ്പിൾ അല്ല, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് NYBയുടെ പ്രൈമറാണ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രൈമർ ഒന്ന് നമ്മുടെ പോസുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ സ്റ്റേക്ക് വർക്കിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഷെയ്ഡിന് എക്സാക്റ്റ് മാച്ചാണ്. ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൗണ്ടേഷനാണ്, അല്ലാതെ ഞാൻ ഭയങ്കര ഹൈലി റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. കുഴപ്പമില്ലാത്തൊരു ഫൗണ്ടേഷൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ഇന്ന് ഫുള്ളായിട്ട് നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്കൊരു സ്പോഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതുപോലെ ബ്ലെൻഡ് ചെയ്യണം. ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലെൻഡഡ് നല്ലൊരു ഫിനിഷ് കിട്ടണം, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു കൺസീലറാണ്. ഇത് LA Girlൻ്റെ പ്രോ കൺസീലറാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈ കവറേജ് ഒരു പ്രോഡക്റ്റാണ്. കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഫുൾ കവറേജ് തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം നമുക്കിത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറച്ച് ഡാർക്കായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സ്പോട്ട്സ് ഉണ്ടെങ്കിലോ, നമ്മുടെ ഈ മൗത്തിൻ്റെ ചുറ്റുമൊക്കെ നമുക്ക് യൂഷ്വലി എല്ലാവർക്കും കുറച്ച് ബ്ലാക്ക് ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും. അതുപോലെ നമ്മുടെ അണ്ടർ ഐസ്, അതുപോലെ നമ്മുടെ നെറ്റിയുടെ ആ ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ നോസിൻ്റെ ബ്രിഡ്ജും അതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്മുടെ ഫേസിനൊരു സ്ക്ലപ്ചേർഡ് ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒന്ന് ഈ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഞാനൊരു വെറ്റ് സ്പോഞ്ച് വെച്ചിട്ടാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്നും ഇതുപോലത്തെ ഹൈ കവറേജ് പ്രോഡക്റ്റ്സ് നമുക്കൊരിക്കലും കൈ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിക്ക് ഫോമിലാണ്. നമ്മൾ പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കട്ടിയായി മാറും. അത്രയ്ക്ക് കട്ടിയുള്ള ഫോമിലാണ്. ഇപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ലൂസ് പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ ആ ഫൗണ്ടേഷനും ആ കൺസീലറും കൂടി നല്ല രീതിയിലൊന്ന് ബ്ലെൻഡായി സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഞാൻ ആ പൗഡർ ഫുള്ളായിട്ടൊന്ന് തുടച്ച് കളയുന്നുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേക്ക് വർക്കിയുടെ ഈ ഒരു പാലറ്റാണ്. ഇതിലൊരു കൺസീലറുണ്ട്, ഒരു കോൺടോർ ഉണ്ട്, അതുപോലെ ഒരു കളർ കറക്റ്ററും ഉണ്ട്. അപ്പോൾ മൂന്നും കൂടെ വരുന്ന ഒരു പാലറ്റാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ആ കോണ്ടോർ ഷെയ്ഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാനൊരു കോണ്ടോർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജോ ലൈൻ ഒരു കോണ്ടോർ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫേസിനൊരു കോണ്ടോർ കൊടുക്കുന്നുണ്ട്, നമ്മുടെ നോസിനും ഒരു കോണ്ടോർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇയേഴ്സിൻ്റെ മിഡിലിൽ നിന്ന് നമ്മുടെ ചീക്സിലേക്ക് ഒരു ലൈൻ പോലെയാണ് വരയ്ക്കേണ്ടത്. ആ ഒരു ലൈൻ പോലെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നോക്കിക്കോളൂ. അങ്ങനെ ഒരു ലൈൻ പോലെ വരച്ചതിന് ശേഷം നമ്മൾ ആ ഏറ്റവും അറ്റത്ത് നമ്മുടെ ആ ചീക്സിൽ വരുമ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് കോണ്ടോർ കിട്ടുക എന്നാണ് എക്സ്പേർട്സ് പറയുക. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് ഇവിടെ ഈ നമ്മുടെ ജോ ലൈൻ്റെ താഴത്തേക്കാണ് ഈ ഒരു ലൈൻ വരച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോണ്ടോർ ലൈൻസ് ഞാൻ വരച്ചേക്കുന്നത്. ഈ ജോ ലൈൻ്റെ ഏറ്റവും താഴത്ത് നമ്മുടെ ആ ജോ ലൈൻ ഡിഫൈൻ ചെയ്യുന്നത് പോലെയാണ് വരച്ചേക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്ന് പറയാം. എല്ലാം നമ്മൾ ഇൻവേർഡ് ഡയറക്ഷൻസിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഈ വെറ്റ് സ്പോഞ്ച് എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ഈ ബോണിൻ്റെ അവിടെ വരച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവേർഡ്സ് ആണ്, നമ്മുടെ നോസിൻ്റെ അവിടേക്കാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ജോ ലൈനിൽ അവിടെ വരച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്കാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് കുറച്ച് ഷാഡോ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഫേസിൽ. അതാകുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് മെലിഞ്ഞതുപോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോണ്ടോറിങ് മെയിൻലി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസിൽ കുറച്ചുകൂടി ഒരു സ്ലിം ലുക്ക്. എൻ്റെ ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നല്ല വണ്ണമുള്ള ഫേസാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു കോണ്ടോറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്ലിം ലുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ നോസിൽ വരച്ചേക്കുന്ന കോണ്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡ് വൈസാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ നോസ് കുറച്ച് ഒരു ലെങ്ത് കൂടിയതുപോലെയും മെലിഞ്ഞതുപോലെയും തോന്നുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടോർഡ് ഫേസ് ഇരിക്കുന്നത്. ഇൻസ്റ്റൻ്റ്ലി നമുക്ക് മനസ്സിലാവും ആ നേരത്തെയുള്ള ഫേസിലേക്കാളും കുറച്ചും കൂടെ ഒരു ഷാഡോസ് കൂടിയ ഒരു ഫേസാണ്. അതായത് കുറച്ചുകൂടി ഒരു മെലിഞ്ഞൊരു ലുക്ക് തോന്നിക്കുന്ന ഒരു ഫേസാണ്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഐബ്രോ ബ്രഷ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ NYBയുടെ ബ്രോക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഐ മേക്കപ്പിൽ ഞാൻ ഫസ്റ്റ് ഒരു വാഷ് ഔട്ട് ഷെയ്ഡായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. അത് ഞാൻ ഫുള്ളായിട്ട് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചും കൂടെ ആ ഒരു കണ്ണിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി അതിനുശേഷം ഞാൻ ഈ ഷിമറി ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു മെറൂണി ഷിമറി ഷെയ്ഡാണിത്. അത് ഞാൻ ഫുള്ളായിട്ട് കണ്ണിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ഈ ഗോൾഡ് ഗ്ലിറ്ററി ഷെയ്ഡാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് ആ ഇൻറ്റൻസിറ്റി ഒട്ടും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് മിഡിൽ പോർഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം മൊത്തം ഒരു എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ കളറായിട്ട് വന്നിട്ടുള്ള ആ ഒരു മെറൂണി ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ആ കണ്ണിൻ്റെ താഴേക്കും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കണ്ണിൻ്റെ ആ ജസ്റ്റ് രണ്ട് എഡ്ജസിൽ നമുക്കൊന്ന് ആ ഒരു മെറൂണി ഷെയ്ഡ് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഐ ലുക്ക് നമുക്ക് അങ്ങനെ കിട്ടും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. ഒത്തിരി ഡ്രാമാറ്റിക്കും അല്ല, എന്നാൽ ഒരു ജസ്റ്റ് ഒരു പോപ്പ് ഓഫ് കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ണ് എഴുതുന്നത് ജസ്റ്റ് നമ്മുടെ സാധാ ഐലൈനർ വെച്ചിട്ടാണ് എഴുതുന്നത്. ലിക്വിഡ് ലൈനർ വെച്ചിട്ട് ഏതെങ്കിലും ലിക്വിഡ് ലൈനർ എടുത്താൽ മതി. നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. കുറച്ചും കൂടെ ഒരു നല്ലൊരു ഡെഫിനിഷൻ കണ്ണിന് കൊടുക്കുന്നത് രീതിയിൽ വേണം നമ്മൾ കണ്ണെഴുതാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ മസ്കാര എടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസീസ് എന്ന് പറഞ്ഞ Maybellineൻ്റെ റേഞ്ചിലുള്ള മസ്കാരയാണ്. ഇത് ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി മസ്കാരയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഫോൾസ് ലാഷസിന് തന്നെ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മസ്കാരയാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡെബോറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഒരു കാജലാണ്. അത് അത്രയ്ക്ക് ആ ഗ്രീൻ അങ്ങോട്ട് എടുത്തറിയേയില്ല. എന്നാൽ ഒരു ബ്ലാക്കിഷ് ഒരു ഗ്രീൻ ടിൻറ്റും കൂടെ വരുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു കാജലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ വാട്ടർ ലൈൻസ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് NYBയുടെ ലിപ്പ് പെൻസിലാണ്. അത് വെച്ചിട്ട് ഞാൻ ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലിപ്പ് പെൻസിൽ വെച്ച് തന്നെ സ്ലൈറ്റായിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്യുകയും കൂടെ ചെയ്യണം. അതായത് നമ്മുടെ ലിപ്സിൻ്റെ ഉൾവശം കൂടെ ഒന്ന് ഫില്ല് ചെയ്യുകയും കൂടെ ചെയ്യണം, ലൈൻ ചെയ്യുന്നത് കൂടാതെ. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇതെന്ന് പറയുന്നത് ഞാൻ മിനിസോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹൈഡ്രോ ഗ്ലോസി ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ചൊരു ഷിമറി ഷെയ്ഡാണ് കേട്ടോ. ഒരു ഷിമറി റെഡ് പോലെ വരുന്നൊരു ഷെയ്ഡാണിത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷേ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ലിപ് ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. കുറച്ചൊരു ഗ്ലാം സൈഡിലേക്ക് നിൽക്കുന്ന ഒരു ലുക്കാണ്. കാരണം കുറച്ച് ലെയേഴ്സൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടോറിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സാറ്റിൻ സാരിയാണ്. ജോർജറ്റ് സാരിയാണ്, സാറ്റിനാണ് അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. പിന്നെ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് ഞാനൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൽ കുറച്ച് ഡിസൈനും ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബ്ലൗസാണ് കിട്ടിയത്. കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസായിരുന്നു. ഈ മൊത്തത്തിലുള്ള ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം, ഫീഡ്ബാക്ക് എനിക്ക് തരണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.